വർഷം 2021 എറണാകുളം. വൈപ്പിൻ എടവനക്കാട് ഒരു വാടക വീട്ടിലാണ് നായരമ്പലം സ്വദേശിനി രമ്യയും ഭർത്താവ് സജീവനും രണ്ട് മക്കളും താമസിക്കുന്നത്. പെയിന്റിംഗ് തൊഴിലാളിയാണ് സജീവൻ. എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്നു രമ്യ. ഒരു സാധാരണ കുടുംബം. ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ ഏകദേശം 17 വർഷങ്ങൾക്ക് മുൻപാണ് ഇരുവരും വിവാഹിതരാകുന്നത്. ഏവർക്കും ജനസമ്മതനാണ് സജീവൻ. ഏതാവശ്യത്തിനും രണ്ടാമതൊന്നും ആലോചിക്കാതെ ഓടിയെത്തുന്നവൻ. നാട്ടുകാർക്കെല്ലാം മറുത്തൊരു അഭിപ്രായമില്ലാത്തവൻ. വർഷങ്ങളായിട്ടൊക്കെ അറിയാവുന്ന ഞങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ചിരുന്ന ആളാണ്. പക്ഷെ പുള്ളിയും ചെയ്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ യാതൊരു ദുശ്ശീലങ്ങളും ഇല്ലാത്ത ആളാണ്. ഒരു വലിയ പുതിയ അനാവശ്യ പൈസകളെ അങ്ങനെ പരിപാടിയൊന്നും ഇല്ലാത്ത ആളാണ്. എന്നാൽ അയൽക്കാരുമായി അത്ര അടുപ്പത്തിലായിരുന്നില്ല രമ്യ. എങ്കിലും അസ്വാരസ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെ സ്മൂത്തായി പോകുന്നതിനിടെ 2021 ഓഗസ്റ്റ് 2-ാം വാരത്തോടെ രമ്യയെ കാണാതാകും. ദിവസങ്ങൾ കഴിഞ്ഞതോടെ ആളുകൾ ചോദിച്ചു തുടങ്ങി. ഇവരോടെല്ലാം രമ്യ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാനായി ബാംഗ്ലൂരിലേക്ക് പോയി എന്നാണ് കാണാതായ ആദ്യ സമയങ്ങളിൽ സജീവൻ പറഞ്ഞത്. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് അവിടെ നിന്ന് ജോലിക്കായി ഗൾഫിലേക്ക് പോയെന്നും പറഞ്ഞു. എന്നാൽ ജോലിക്കായി ഗൾഫിലേക്ക് പോയ രമ്യ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ വിളിച്ചില്ല. സമൂഹ മാധ്യമങ്ങളിൽ പോലും രമ്യയെ കണ്ടില്ല. ഇതോടെ ബന്ധുക്കൾ രമ്യയുടെ മക്കളോട് കാര്യം തിരക്കി. അമ്മ തങ്ങളെ വിളിക്കാറുണ്ടെന്നും ജോലി തിരക്ക് കാരണം എപ്പോഴും ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ലെന്നും മക്കൾ പറഞ്ഞു. എന്നാൽ അതിലെന്തോ വിശ്വാസം വരാത്ത രമ്യയുടെ സഹോദരൻ രണ്ട് മക്കളെയും മാറ്റി നിർത്തി വെവ്വേറെയായി കാര്യങ്ങൾ ചോദിച്ചു. മക്കളുടെ ഉത്തരങ്ങളിൽ വൈരുദ്ധ്യം തോന്നിയ സഹോദരൻ ഇക്കാര്യം സജീവനോട് ചോദിച്ചു. അപ്പോഴാണ് സജീവൻ അക്കാര്യം രമ്യയുടെ സഹോദരനോട് പറഞ്ഞത്. ബാംഗ്ലൂരിലേക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാനായി പോയ രമ്യ മറ്റൊരാളുമായി അടുപ്പത്തിലായെന്നും അയാളോടൊപ്പം ഒളിച്ചോടിപ്പോയെന്നും ഇത് പുറത്തറിഞ്ഞാലുള്ള മാനക്കേടോർത്താണ് ജോലിക്ക് പോയി എന്ന കഥ പറഞ്ഞതെന്നും സജീവൻ രമ്യയുടെ സഹോദരനോട് പറഞ്ഞു. എന്നാൽ താൻ പോലീസിൽ പരാതിപ്പെടാൻ പോവുകയാണെന്ന് സഹോദരൻ പറഞ്ഞപ്പോൾ വീണ്ടും നാണക്കേടാകുമെന്ന് പറഞ്ഞ് സജീവൻ അതിനെ എതിർത്തു. എന്നാൽ സംശയം തോന്നിയ സഹോദരൻ 2021 ഓഗസ്റ്റ് 17 മുതൽ രമ്യയെ കാണാനില്ലെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകി. ഒരു സാധാരണ മിസ്സിംഗ് കേസായി പോലീസ് അത് രജിസ്റ്റർ ചെയ്തു. അന്വേഷണവും ആരംഭിച്ചു. സജീവനെ അടക്കം പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു. എന്നാൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാനായി പോയ ഭാര്യ മറ്റാരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി എന്നതിൽ കൂടുതലൊന്നും അയാൾക്കും പറയാനുണ്ടായിരുന്നില്ല. ശേഷം സജീവനും 2022 ഫെബ്രുവരിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാറക്കൽ പോലീസിൽ ഒരു പരാതി നൽകി. കൂടാതെ രമ്യയെ കാണാനില്ലെന്ന് കാട്ടി പത്രപരസ്യവും നൽകി. ഈ കേസിലും പോലീസ് അന്വേഷണം ആരംഭിച്ചു. പക്ഷേ കാര്യമായ തുമ്പൊന്നും കിട്ടിയില്ല. ആ ഇടയ്ക്കാണ് ഇലന്തൂർ നരബലി കേസുമായി ബന്ധപ്പെട്ട് മിസ്സിംഗ് ആയ മുഴുവൻ സ്ത്രീകളെക്കുറിച്ചും അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചത്. ഞാറക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് മാറി. കേസിൽ വിശദമായ അന്വേഷണം നടന്നു. രമ്യ അടുപ്പക്കാരനൊപ്പം വിദേശത്തേക്ക് കടന്നുവെന്ന സജീവന്റെ വാദം മുഖവിലക്കെടുത്ത അന്വേഷണ സംഘം വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അതോടെയാണ് രാജ്യത്തെ ഒരു വിമാനത്താവളം വഴിയും കഴിഞ്ഞ 1.5 വർഷത്തിനിടെ രമ്യ സഞ്ചരിച്ചിട്ടില്ലെന്ന സത്യം പോലീസ് മനസ്സിലാക്കുന്നത്. ഇതോടെ സജീവനെ വീണ്ടും വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തു. ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ സജീവൻ ആ കുറ്റം സമ്മതിച്ചു. അതെ, അയാൾ രമ്യയെ കൊന്നതാണ്. കഴുത്തിൽ കയറ് മുറുക്കി. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. 2021 ഒക്ടോബർ 16 വെള്ളിയാഴ്ച. അന്ന് വീട്ടിൽ സജീവനും ഭാര്യ രമ്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മക്കൾ രണ്ടുപേരും രമ്യയുടെ വീട്ടിലായിരുന്നു. രാവിലെ പെയിന്റിംഗ് ജോലിക്കെന്ന് പറഞ്ഞു പോയ സജീവൻ അധികം വൈകാതെ വീട്ടിൽ തിരിച്ചെത്തി. രമ്യയെ സംശയമായിരുന്നു സജീവന. പലതവണ ഇതേക്കുറിച്ച് സംസാരിച്ച് ഇരുവരും വഴക്കിട്ടിട്ടുമുണ്ട്. അന്ന് വീട്ടിൽ മടങ്ങിയെത്തിയ സജീവൻ ഇതേ കാര്യം പറഞ്ഞ ഭാര്യയുമായി വഴക്കിട്ടു. ഏറെ നേരത്തെ വാക്ക് തർക്കത്തിനിടെ രമ്യ വീടിന്റെ ടെറസിലേക്ക് പോയി. പിന്നാലെ എത്തിയ സജീവൻ ഇവരെ കഴുത്തിൽ കയർ മുറുക്കി കൊലപ്പെടുത്തി. പിന്നീട് പകൽ മുഴുവൻ മൃതദേഹം ടെറസിൽ മൂടിയിട്ടു. രാത്രിയോടെ മൃതദേഹം താഴെ എത്തിച്ച ഇയാൾ വീടിന് മുന്നിലെ കാർ പോർച്ചിൽ ഒരു കുഴിയെടുത്ത് മൃതദേഹം കുഴിച്ചിട്ടു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കയർ കത്തിച്ചു കളഞ്ഞു. മടങ്ങിയെത്തിയ മക്കളോട് അമ്മ അച്ഛനുമായി വഴക്കിട്ട് മറ്റൊരാൾക്കൊപ്പം പോയെന്നും പറഞ്ഞു. എന്നാൽ ഇത് പുറത്തറിഞ്ഞാൽ നാണക്കേടാണെന്നും ആരെങ്കിലും ചോദിച്ചാൽ അമ്മ ബാംഗ്ലൂരിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയതാണെന്ന് പറയണമെന്നും പറഞ്ഞു പഠിപ്പിച്ചു. പിന്നീട് ചോദിച്ചവരോടെല്ലാം രമ്യ ബാംഗ്ലൂരിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞു. പിന്നീട് അവിടെ നിന്നും ഗൾഫിലേക്ക് പോയെന്നും പറഞ്ഞു.
തുടർന്ന് 7 മാസങ്ങൾക്ക് ശേഷം ഭാര്യ മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടിപ്പോയെന്ന് സമർത്ഥമായി പറഞ്ഞ് വിശ്വസിപ്പിച്ചു. രമ്യയുടെ സഹോദരൻ നൽകിയ പരാതിയിൽ ചോദ്യം ചെയ്യാനായി പലതവണ പോലീസ് സജീവനെ വിളിച്ചു വരുത്തിയിരുന്നു. പലതവണ ഇത്തരത്തിൽ മൊഴിയെടുത്തതിൽ നിന്ന് സജീവന്റെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസ് ശ്രദ്ധിച്ചിരുന്നു. 2021 ഓഗസ്റ്റിൽ ഭാര്യയെ കാണാതായിട്ടും 2022 ഫെബ്രുവരിയിലാണ് സജീവൻ പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തുടരന്വേഷണത്തിനും സജീവൻ സ്റ്റേഷനിൽ വന്നതുമില്ല. മാത്രമല്ല, രമ്യയുടെ ഫോണും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ബാങ്ക് ഇടപാടുകളുമെല്ലാം പൊടുന്നനെ നിശ്ചലമായതും പോലീസ് ശ്രദ്ധിച്ചു. സജീവൻ പറഞ്ഞ കഥ പോലീസ് വിശ്വസിച്ചതായി നടിച്ചു. തുടർന്ന് 1.5 വർഷക്കാലം പോലീസ് സജീവനെ രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. രമ്യയുടെ തിരോധാനത്തിൽ സജീവന് പങ്കുണ്ടെന്ന് പോലീസിന് ഉറപ്പായിരുന്നു. 2 ദിവസം തുടർച്ചയായി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത്. രമ്യയുടെ ഫോൺ വിളികളെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് സജീവൻ പറഞ്ഞു. സ്വന്തം ഭാര്യയെ, തൻ്റെ 2 കുഞ്ഞുങ്ങളുടെ അമ്മയെ അയാൾ കഴുത്തുമുറുക്കി കൊന്ന് ടെറസിൽ മൂടിയിട്ടു. പിന്നീട് രാത്രി മൃതദേഹം വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടു. പിന്നീട് അതേ വീട്ടിൽ 1.5 വർഷം താമസിച്ചു. ഒരു സിനിമാ കഥയെ വെല്ലുന്ന സംഭവ വികാസങ്ങളാണ് എറണാകുളം ഞാറക്കലിൽ നിന്ന് ലോകമറിഞ്ഞത്. എല്ലാ കുറ്റകൃത്യങ്ങളും അങ്ങനെയാണ്. എത്ര ആഴത്തിൽ മണ്ണിട്ട് മൂടിയാലും, കാലത്തിൻ്റെ കാണാക്കയങ്ങളിലേക്ക് താഴ്ന്നു പോയാലും ഒരു നാൾ സത്യം മറനീക്കി പുറത്തു വരും.